കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ സന്ധ്യായാമത്തിൽ ദിവസനിലായിരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാർത്തയുടെയും മറിയയുടെയും ചരിത്രം നമ്മളെടുത്ത് പഠിച്ചാൽ യേശു കർത്താവ് പറഞ്ഞൊരു വാക്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണാവോ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തത്? കർത്താവ് പറഞ്ഞ വചനങ്ങൾ മറിയ കേട്ടുകൊണ്ടിരുന്നു, ആ വചനത്തിൽ സന്തോഷിച്ചുകൊണ്ടിരുന്നു, വചനത്തിൽ ആനന്ദിച്ചുകൊണ്ടിരുന്നു. കൂടെയുള്ള ആൾ എന്ത് ചെയ്തു? പലതിലും ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങി. അപ്പൊ കർത്താവ് മാർത്തയോട് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഇല്ല, ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല. നമ്മൾ ദൈവവചനം കേട്ട് പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യാൻ കിട്ടുന്ന സമയം അത് പിശാചിന് പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അപഹരിക്കാൻ കഴിയത്തില്ല. വചനം കേട്ട് അനുസരിക്കുക, വചനത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുക. അത് വിലപ്പെട്ട അനുഭവമാണ്. ഈ ലോകത്തിലെ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട അനുഭവമാണിത്. എന്നാൽ ഇതിനെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. വിശ്വാസികളെ എൻജോയ് ചെയ്യാനായിട്ട് പലതും പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ നിന്ന് സന്തോഷിക്കാനോ വചനം കേട്ട് ആനന്ദിക്കാനോ വചനം കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനോ അധികം ആർക്കും താല്പര്യമില്ല. ജഡത്തെ പോഷിപ്പിക്കാനാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ശത്രുവിൻ്റെ തന്ത്രമാണെന്ന് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ കർത്താവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വചനം കേട്ട് ബലപ്പെട്ട് പ്രത്യാശയോടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ലെന്ന് ഇന്ന് സന്ധ്യാസമയം ദൈവമക്കൾ ഗ്രഹിച്ചു കൊള്ളണം. ഞാൻ വളരെ ക്ഷീണിതനാണ് ഇന്ന് പൽക്കാലം ഈ സന്ധ്യ ഈ വചനം പറയാനായിട്ടിരിക്കുമ്പോൾ. അതിനുള്ള അസ്വസ്ഥതകൾ എൻ്റെ ശരീരത്തിലുണ്ട്. പക്ഷേ ദൈവത്തിന് ഇരുന്ന് ദൈവജനം ധ്യാനിക്കുന്നതിന് അസ്വസ്ഥയൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കർത്താവ് ബലം തരും, കർത്താവ് ശക്തി തരും, കർത്താവ് നടത്തും. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആ ഉണ്ടെന്നുള്ള വചനമൊക്കെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം? ആർക്കറിയക്കറിയാം? അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, വചനം ധ്യാനിക്കുക, പഠിക്കുക. ഇത് സമയം അധികമില്ല. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. അവിടെ വചനങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദേശത്തിന്മേൽ അയക്കുന്നു. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വചനത്തിന് വേണ്ടി ദാഹിച്ച് വിസയെടുത്ത് കപ്പൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് പായും. കിട്ടത്തില്ലെന്ന് അല്ല, പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നല്ല, എനിക്കെന്താ പറയാൻ സായിട്ടുള്ളത്. ആമോസ് പ്രവാചകന്റെ പുസ്തകം എടുത്തതും അത് തന്നെ. 8-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾപ്പതിനുള്ള വിശപ്പ് തന്നെ, കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു. അപ്പൊ ദൈവം അയക്കുക. എന്താ? വചനം കേൾക്കാനുള്ള വിശപ്പ് ദൈവം അയക്കുകയാണ് ദേശത്തിന്മേൽ. ഇത് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നവർ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനങ്ങളെ അന്വേഷിച്ച് അലഞ്ഞു നടക്കും. കണ്ടോ? ഇവിടെ കായിനെ കുറിച്ച് പഠിക്കുന്ന ഉഴലുന്നവനാകും. അതുപോലെ ഇന്ന് വിശ്വാസികൾ അലഞ്ഞു നടക്കുക. അവർക്ക് വചനത്തിന് മുമ്പിൽ ഇരിക്കാൻ സമയമില്ല. എന്നാൽ നീ വചനത്തിന് മുമ്പിൽ ഇരുന്നില്ലെങ്കിൽ നീ അലഞ്ഞു നടക്കുന്ന ഒരു സമയം വരുമെന്ന് ഇവിടെ പ്രവാചകൻ പറയുന്നത്. സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്ന് ചെന്ന് യഹോവയുടെ വചനങ്ങളെ അന്വേഷിച്ച് അലഞ്ഞു നടക്കും. കണ്ടുകെട്ടിയില്ല താനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. ഇത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ ശക്തമായൊരു പ്രബോധനമാണ്. ആമോസ് 8-ന്റെ 11, 12, 13 കാണാപ്പാഠം പഠിച്ചോണം. വചനം കേട്ട് ശുദ്ധീകരണം പ്രാപിക്കാനും വചനം കേട്ട് ആത്മീയവളർച്ച പ്രാപിക്കാനും വചനം കേട്ട് ആത്മീയവളർച്ച വരുത്താനും വചനം കേട്ട് ദൈവത്തിൽ വിശ്വസ്തയോടെ ജീവിക്കാനും ഇപ്പോൾ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വിലപിക്കേണ്ടി വരും. എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. ഗലാത്യർ 4:16 സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോകും. സത്യം പറഞ്ഞ് ശത്രുവായി പോകേണ്ടൊന്നും കാര്യമില്ല പ്രിയമുള്ളവരെ.
അതുകൊണ്ട് വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുക. കാട്ടത്തിപ്പഴം പറക്കുന്നവനാണ് ഈ എഴുതി വെച്ചേക്കുന്ന ഓർത്തോണം. കാട്ടത്തിപ്പഴം പറിക്കുന്നവനല്ല, പെറുക്കുന്നവൻ. പറിക്കാൻ ഇച്ചിരി പണിയുണ്ട്. ഒരു തേങ്ങ പറിക്കണമെങ്കിൽ, ഒരു ചക്ക ഇടണമെങ്കിൽ പണിയുണ്ട്, എല്ലാവർക്കും പറ്റത്തില്ല. ഇത് പുള്ളി കൊട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കും, പഴുത്ത് വീഴുമ്പോൾ പെറുക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇതാ പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യൻ എന്നറിയാൽ ആശ്ചര്യപ്പെട്ടു എന്ന് പത്രോസിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും നമ്മുടെ റെവറൻറ്റും നമ്മുടെ ഡോക്ടറേറ്റും നമ്മുടെ എന്തോ പറയുക, ഈ ലോകത്തിലെ ബഹുമതികളൊന്നും ദൈവവചനം ശുശ്രൂഷിക്കാൻ പര്യാപ്തമല്ലെന്ന് ഓർത്തുകൊള്ളണം. പൗലൂസ് പറഞ്ഞു, ഞാനൊരു ചാപിള്ളയാ. ഞാനൊരു ചാപിള്ളയാ. 15-ാം അധ്യായത്തിലെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ പ്രധാന വിഷയമാണത്. അത് പഠിച്ചോണം എല്ലാവരും. നമ്മൾ എത്ര പേരത് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ ആ ഭാഗം ഞാനിങ്ങനെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം പല പ്രാവശ്യം കേൾക്കുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറുമെന്നുള്ള പ്രത്യാശയോടെയാണ് ഇനി പറയുന്നത്. ഒടുവിൽ അകാല പ്രജ പോലെ ഇരിക്കും പ്രത്യക്ഷനായി 1 കൊരിന്ത്യർ 5:8 മുതൽ. ഞാൻ അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ മലയാളം എന്താ? ഒരു ചാപിള്ള. മാസം തികയുന്നതിന് പ്രസവിച്ചൊരു ചാപിള്ളയ്ക്ക് തുല്യമാണ് ഞാൻ ദൈവസന്നിധിയിൽ. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ധനവും നമ്മുടെ മാനവും നമ്മുടെ പ്രശസ്തിയും നമ്മുടെ പേരും എല്ലാം ദൈവസന്നിധിയിൽ ഒരു ചുക്കുമല്ലെന്ന് മനസ്സിലായിക്കോണം. ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്തിനാ? ഈ ഒരു ഗുണമില്ലാത്തങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിന് വചനത്തിലൂടെ പൗലോസ് പറയുന്ന മറുപടി കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. വചനത്തിലൂടെ എല്ലാ കാര്യങ്ങളും വചനത്തിലൂടെ നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോൾ നമുക്കത് അതിൻ്റെ കാര്യം മനസ്സിലാവും. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ, സൗരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. അർത്ഥം ഭോഷന്മാരെ തിരഞ്ഞെടുത്തെന്ന്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനന്മാരെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായും ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുത്തു. ആദ്യമേ ശിഷ്യന്മാരെന്ന് പറയുന്ന പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായി കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ അവർ ബലഹീനരായിരുന്നു, അവർ നികൃഷ്ടന്മാരായിരുന്നു, അവർ ഏതുമില്ലാത്തവരായിരുന്നു. അവർക്ക് ഡോക്ടർ പദവിയും അവർക്ക് റവറൻ്റ് പട്ടവും അവർക്ക് ഈ പറയുന്ന ഒന്നും അവർക്കില്ല. എന്തിനാണ് ദൈവം ആ തിരഞ്ഞെടുത്തെന്നുള്ള 1:29 പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളാ അവനിൽ യേശുവിൽ ഇരിക്കുന്നു, ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും വീണ്ടെടുപ്പും ശുദ്ധീകരണവും ആയിത്തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശംസയുണ്ടെങ്കിൽ കർത്താവിൽ പ്രശംസിക്കണം. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനിതൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഇതിലൊന്നും നമുക്ക് പ്രശംസിപ്പാൻ വകയില്ല. ഇന്ന് ഭക്തന്മാർ ഇതൊക്കെ അവരറിയാതെ അവരിൽ അങ്ങ് പ്രശംസിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഇത് സസൂക്ഷ്മം പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വെറും പേപ്പർ വേസ്റ്റ് ആയി പോകും. ദൈവസന്നിധിയിൽ ഒരു പ്രശംസയും നമുക്ക് ഇല്ല പ്രശംസിക്കാൻ. അപ്പോസ്തലനായ പൗലൂസിന് പ്രശംസിക്കാനാണെങ്കിൽ ഏറ്റവും അധികം വന്ന് പൗലൂസ് തന്നെ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് വായിച്ച് പഠിക്കേ. ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം. ഹല്ലേലൂയ. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിൽ പ്രശംസിക്കാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. എന്താ കാര്യം? 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവും ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇബ്രാഹിമിന് ജനിച്ച എബ്രായൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, അടുത്ത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഈ പദവിയുള്ള ഒരൊറ്റ മനുഷ്യൻ ഇന്ന് ഭൂമി ജീവിച്ചിരിപ്പില്ല. എബ്രായൻ, റോമാ പൗരൻ, ട്രംപോ, ഏത് മഹാനാണെങ്കിലും ശരി, ഈ പൗലൂസിന്റെ അരികത്ത് നിർത്താൻ പറ്റിയ ഒരൊറ്റ മനുഷ്യൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ഇനി ജീവിക്കാനും പോണില്ല, ഇനി പറന്ന് വീഴാനും പോണമെന്നില്ല. ആ മനുഷ്യനാണ് ഇത് പറയുന്നതെന്ന് ഓർത്തോണം.
പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് ഒത്തിരി വകയുണ്ട്. ഗലാത്യ ലേഖനം താൻ പ്രശംസിക്കുന്ന ഒരു ഭാഗം അതുകൂടി വായിച്ചിട്ട് ഞാൻ വചനത്തിലേക്ക് വരാം. ഗലാത്യർ അതിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ ക്രൂശിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശ് മരണം അനുഭവിച്ച് ആദാമ്യ പാപത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും യേശുക്രിസ്തു വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുവാൻ ദൈവം നമുക്കൊരു വഴി തുറന്നു തന്നു എന്ന് കർത്താവിൽ മാത്രം പ്രശംസിച്ചോണം. സെക്രട്ടറി സ്ഥാനം കിട്ടിയ, പ്രസിഡന്റ് സ്ഥാനം കിട്ടിയ, കൗൺസിൽ മെമ്പറായാൽ, സെൻട്രൽ പാസ്റ്ററായാൽ, ലോക്കലായാൽ പാസ്റ്റർമാരുടെ പ്രശംസ കണ്ട് ഞാൻ കോരിത്തരിച്ചിരിക്കുക. ഒരു പാസ്റ്ററിനോട് ഒരു സഹോദരൻ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ എന്തുകൊണ്ട് വിശേഷം? പാസ്റ്ററേ, നീ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നു. എടാ, സെൻറ്ററിൻ്റെ ചുമതല കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയതെന്ന് അറിഞ്ഞില്ലേ? ഇപ്പം എന്തോ വിളിക്കണം പുള്ളിയെ? സെൻറ്റർ പാസ്റ്ററേ. ഇതുപോലുള്ള അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വലിയ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭർത്താവ് മരിച്ചുപോയ ഭാര്യയും മക്കളെയും വെച്ച് ഒരു പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ചെന്ന് ചെവിക്ക് പിടിച്ചെന്നെ. എന്തുവാ നിങ്ങൾ പറയുന്നത്? എനിക്ക് അത്ര സങ്കടം തോന്നി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ബിറ്ററാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചോണം. ഓഹ്, ഞാനിപ്പോൾ കർത്താവിനെ ഓർത്തുപോയി. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. കർത്താവിനെ പോലെയുള്ള സൗമ്യത എന്ന് ഈ പാസ്റ്റർമാർക്ക് കിട്ടണമെങ്കിൽ ഇവിടെ സ്ഥാനമാനങ്ങളെല്ലാം വലിച്ച് തോട്ടിക്കൊണ്ടെറിയണം. ഇവിടെ ഒരു പ്രസിഡന്റും വേണ്ട, ഇവിടെ ഒരു സെക്രട്ടറിയും വേണ്ട, ഇവിടെ ഒരു ഖജാൻജിയും വേണ്ട, ഇവിടെ ഒരു കൗൺസിൽ മെമ്പറും വേണ്ട. പൗലൂസിനോട് പ്രവൃത്തി പുസ്തകത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറഞ്ഞു, മേശയിൽ ശുശ്രൂഷിക്കുന്നത്. ഇപ്പം അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രാർത്ഥനയിലും വായനശൂരിലും ഇട്ടിരിക്കുന്നു, നിങ്ങൾ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഇപ്പം ഇവിടെ ഇവർ തിരഞ്ഞെടുക്കുകയല്ലേ. ഓ, ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, ഞാൻ ഖജാൻജി. എന്നിട്ട് കിടന്ന് തമ്മിത്തല്ല്, കൂട്ടത്തല്ല്. അതെടുത്ത് സ്വോത്രം വീഡിയോ പിടിച്ച് ഫോണിലൂടെ ഇട്ട് കഴിയുമ്പോഴാണ് ഇവർക്ക് തൃപ്തിയാവത്തുള്ളൂ. കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി പാസ്റ്റർ തിരുവത്താഴങ്ങളെല്ലാം ഒരുക്കി വെച്ച് തുണിയും ഇട്ട് അപ്പുറത്തൊരു ഗ്രൂപ്പ് നിന്ന് പാട്ട് പാടുക. ഇവിടെ കൂട്ടയടി, ചന്തക്കോസിൻ്റെ അടിയെന്നും പറഞ്ഞ് ബാബു ജോർജ് ലണ്ടനിൽ നിന്നും ഒരു ഡിസ്ക് ഇറക്കി. എനിക്ക് വളരെ ഇഷ്ടമായി. എന്നാണ് ഇവരൊക്കെ ഇതൊക്കെ പഠിക്കണത്? ക്രിസ്തുവിൻ്റെ സൗമ്യത ഇവർക്ക് എന്നുണ്ടാകും? ഞാൻ ഒന്നുമല്ലെന്നുള്ള ഒരു ഭാവം ഇവർക്ക് എന്നുണ്ടാകും? പ്രിയ ദൈവമക്കളെ, സമയം ഞാൻ പോട്ട് പോവുകയാണ്. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് വരിക. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വചനങ്ങളാണ് കൂടുതലും ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ എല്ലാം ഉണ്ട്. ആത്മീയ വളർച്ച, ആത്മീയ വർധനം, ആത്മീയ നിറവ് എല്ലാം ഉണ്ട്. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ശുദ്ധീകരണം എന്നാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അതിൻ്റെ പല വേദഭാഗങ്ങളും നമ്മൾ ശോധന ചെയ്യുമ്പോൾ അതങ്ങനെയാണെന്ന് നമുക്കും ഒരുപോലെ വിശ്വസിക്കാം, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഈ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാക്യം എഴുതാനുള്ള പശ്ചാത്തലം 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തൊട്ട് പഠിച്ചു വരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഏതാണ് ഈ വാഗ്ദത്തം? ഞാൻ 1-2 കാര്യങ്ങൾ അതിനോട് മുമ്പായിട്ട് പറയാം. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ: നിങ്ങൾ അവിശ്വാസികളുടെ ഇടയില്ല, പിണകൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി? ദേവാലയങ്ങൾക്ക്
ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും. സബ്ജക്റ്റ് ഇവിടെ തുടങ്ങുന്നത്. എന്താണ് വാഗ്ദത്തം? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമ്മൾക്കുള്ളത് കൊണ്ട് എന്ത് വാഗ്ദത്തം? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഇതാണ് വാഗ്ദത്തം. ഇസ്രായേൽ മക്കൾ കൊടുത്ത വാഗ്ദത്തം ഇതാ. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം കുറച്ച് വ്യത്യാസമുണ്ട്. ഏകദേശം സാമ്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സ്വത്രം. നിങ്ങൾ എക്സോഡസിൻ്റെ 25-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു. ഞാൻ അവരിൽ വസിപ്പാൻ, അവരുടെ ഇടയിൽ വസിപ്പാൻ അവരെനിക്കൊരു കൂടാരമുണ്ടാക്കണം. എക്സോഡസ് 25-ന്റെ 8-9 വാക്യങ്ങൾ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. നിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. ഉണ്ടോ? ദൈവം മോശ മുഖാന്തരം പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ടാബർനാക്കൾ, സമാഗമന കൂടാരം, സമയാസമയങ്ങളിൽ ഗമിക്കുന്ന കൂടാരം. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വസിക്കുവാൻ ദൈവം കൊടുത്ത ഒരു ടെമ്പററി ലോയാണ്. അതേ കടിച്ചു തൂങ്ങി കിടക്കണ്ട. നമ്മള് പുതിയ നിയമ വിശ്വാസിയിൽ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മളിലാണ് കർത്താവ് വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? പലരും ഇത് മനസ്സിലാകുന്നില്ല. ദൈവം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വസിപ്പാൻ ദൈവം ഒരു കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആ കൂടാരത്തിന് ദൈവം ചില ചിട്ടകളും ചില പ്രമാണങ്ങളൊക്കെ കൊടുത്തു. അത് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു പോകാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയാൻ അതിനെക്കുറിച്ച് പ്രേരണയുണ്ട്. കാരണം കാര്യങ്ങളുടെ സ്വരൂപം വേണ്ട രീതിയിൽ മനസ്സിലാകാതെ മുൻപോട്ട് പോവുകയാണ് പലരും. തന്നിമിത്തം വിശ്വാസികളെല്ലാം ആത്മീയ ദരിദ്രന്മാരും ആത്മീയ കുരുടന്മാരും ആത്മീയ നഗ്നന്മാരുമായി തീർന്നുകൊണ്ടിരിക്കുക. സ്വത്രം. കഴിഞ്ഞാസ്ത്രം ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ് നമ്മളെ ആത്മീയരാക്കുന്നത്. ഇത് നിഴലാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ നല്ലതാണ്. പുറപ്പാട് 39 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. 39-ന്റെ ഹല്ലേലൂയ 5-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 7-ാം വാക്യത്തിൽ എക്സോഡസ് 39-ന്റെ 7-ൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 21-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 26-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. അതിൻ്റെ 26-ന്റെ അവസാന ഭാഗത്താണ് ഞാൻ വായിക്കുന്നത്. ഇതെല്ലാം കൂടി വായിക്കാൻ നമുക്ക് സമയമില്ല. അതിൻ്റെ കണ്ടൻസ് മാത്രം ഞാൻ നിങ്ങൾക്ക് എടുത്തു തരിക. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി. 21-ാം വാക്യം 31-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 32-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. ഹല്ലേലൂയ. 42-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. ഹല്ലേലൂയ. സ്തോത്രം. 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എക്സോഡസ് 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 20-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 21-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 21-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 25-ാം വാക്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ, 27-ാം വാക്യം എക്സോഡസ് 40-ന്റെ 27 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. 29-ന്റെ ലാസ്റ്റ് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 32-ന്റെ 40-ന്റെ 32 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. 10-18 പ്രാവശ്യം ഏകദേശം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. നമ്മളോട് എന്താ കൽപ്പിച്ചത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിയിട്ടുള്ളത് കർത്താവ് നമ്മോട് കൽപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അവിടെ ഇസ്രായേൽ മക്കൾ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. അതിലും വീഴ്ച വരുത്തി. നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം മത്തായി 28-20 കീവേഡായിട്ട് ഞങ്ങൾ പറയുന്ന വാക്യമാണ്. അതിൻ്റെ 28-ന്റെ 16 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ, രക്ഷിക്കപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ.
മർക്കോസിന്റെ അവസാന ഭാഗവും മത്തായിയുടെ അവസാന ഭാഗം കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ സന്ദേശം നമുക്ക് കിട്ടുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ പ്രമാണത്തെ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞ് മോശ കൽപ്പിച്ചത് പലതും പ്രസംഗിച്ചു കൊണ്ടിരിക്കുക സഭയിൽ. അതാ കൂട്ട അടി നടക്കുന്നത്. കേസും കോടതിയും വഴക്കുമായിട്ട് സഭകൾ പോകുന്നതിന്റെ കാരണം മോശയുടെ പ്രമാണം കൊല്ലുന്ന പ്രമാണം, ഇരുട്ടിന്റെ പ്രമാണം, അത് പകയുടെ പ്രമാണം, വിദ്വേഷത്തിന്റെ പ്രമാണം. അടക്കിന് വേണ്ടി ചൊല്ലുന്നൊരു വാക്യമുണ്ട് പാസ്റ്റർമാർ, മരണമേ നിന്റെ ജയം എവിടെ? 1 കൊരിന്ത്യർ 5-ാം മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാ. ഒരു ടെമ്പററി ലോയാ കൊടുത്തത്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന തമ്മിൽ തല്ലും വഴക്കുണ്ടാക്കൊക്കെ നടക്കും. 109-ാം സങ്കീർത്തനം ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ വായിച്ചായിരുന്നു. അവൻ്റെ സന്തതി മുടിഞ്ഞു പോട്ടെ, അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ, നശിച്ചു പോട്ടെ, അവർ തെണ്ടി കിടക്കട്ടെ എന്ന് പറയുന്ന കാരണം എന്താ? ആ വ്യവസ്ഥിതി അങ്ങനത്തതായിരുന്നു പ്രിയമുള്ളവരെ. നമ്മളത് മനസ്സിലാകാതെ പോരുത്. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി മറ്റൊന്നാണ്, ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ വ്യവസ്ഥിതി മറ്റൊന്നാണ്. ഇവിടെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ ക്ഷമിക്കുക, ഇവിടെ പൊറുക്കുക, സഹിക്കുക. ഹല്ലേലൂയ. എനിക്കതിൽ എന്തൊക്കെ പറയുന്നുണ്ട് പലരും. ഞാനതങ്ങ് ക്ഷമിച്ച് കളയുക. അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി ചോദിക്കാം. എന്ത് ചോദിക്കുന്നൊന്നുമില്ല. എന്ത് ചോദിക്കാൻ? ആരോട് ചോദിക്കാനാ? പകയും വിദ്വേഷമായിട്ട് നടക്കുന്നവരോട് എന്ത് ചോദിക്കാനാ? അവരവിടെ കിടന്ന് പറയട്ടെ. പിന്നൊരു കാര്യം, അവരെ പറ്റിച്ചെന്നോ പൈസ അടിച്ച് മാറ്റിയെന്നോ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്ത് ഇടുപ്പിൽ വെച്ചിട്ട് ഇത് പാസ്റ്ററുടെ കൊച്ചാണെന്ന് ആരും പറയരുത്. ദൈവത്തെ ഓർത്ത്. ഇന്നിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പാസ്റ്റർമാർ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങ് തുറന്നു പറയുക. ഇല്ലാത്ത ഏടാകൂടങ്ങളൊക്കെ ചെയ്ത് ദൈവസഭയെ കുട്ടിച്ചോറാക്കി, ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയെ പഠിപ്പിക്കാതെ അന്യതാ ഉപദേശത്തിൽ സഭ കിടക്കുന്നുവെന്ന് ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ നിന്നൊരു വാക്യം കൂടി വായിച്ച് ഞാൻ മുമ്പോട്ട് പോട്ടെ. എക്സോഡസ് 40-ന്റെ 34-ാം അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തു. മോശയ്ക്ക് അകത്ത് കിടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയത്നങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ ആ നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് അവിടെ ഇറങ്ങി വസിച്ചു. എങ്ങനെ ഇറങ്ങി വസിച്ചു? യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ. ശരി. അപ്പൊ മോശയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കണമായിരുന്നു ആര്? ഇസ്രായേൽ മക്കൾ. നിങ്ങള് സ്തേഫാനോസിന്റെ ശുശ്രൂഷ സമയത്ത് സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് ചാകാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്ന വചന വെളിപ്പാട്, വചനത്തിൻ്റെ പ്രകാശനം ഞാൻ നിങ്ങളോട് പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തേഫാനോസിന്റെ പ്രസംഗം പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായമാണ്. പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചയമില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവനെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും നിങ്ങൾ പ്രമാണിച്ചിട്ടില്ല. എന്ത് മനസ്സിലായി? ന്യായപ്രമാണം പ്രാപിച്ച ഇസ്രായേൽ മക്കൾ അത് പ്രമാണിച്ചില്ല. അതുപോലെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഗലാത്യർ 6:2. അപ്പൊ ക്രിസ്തുവിന്റെ പ്രമാണം നിവർത്തിക്കേണ്ട പെന്തക്കോസുകാരും ക്രിസ്തുവിന്റെ പ്രമാണം പാലിക്കുന്നില്ല. അവർ മോചന പറയാ പോവുക. എന്തോ ഒരു അസംബന്ധമായത്. പ്രവൃത്തി പുസ്തകത്തിൽ പൗലൂസ് പറയുന്ന ഒരു വേദഭാഗം വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചാൽ അവരെങ്ങനെയുള്ളവരായിരുന്നു. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ലൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കം കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നത്. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? ആകയാൽ
നമ്മുടെ പിതാക്കന്മാർക്ക് നമുക്ക് ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ഈ നുകം എന്നുള്ളത് ന്യായപ്രമാണമാ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഗലാത്യർ 5:1. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഏതായി അടിമനുഖം? ന്യായപ്രമാണം. അടിമനുഖം ന്യായപ്രമാണം. വേദപുസ്തകം പഠിച്ച് തല തിരിഞ്ഞു പോയ അനേകരെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാനിത് എന്തിനായി പറയുന്നത്? തെളിച്ചങ്ങ് പറയുക. മോശയുടെ പ്രമാണം ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അവിശ്വാസികളുടെ ഇടയിലപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ഹിത്യർ, പെരീസ്യർ, യെബൂസ്യർ എന്ന് വേണ്ട ജാതികളുടെ ഒരു വലിയ നിര, 7-8 കൂട്ടം ജാതികളോട് ഇടകലരരുത് ദൈവം അവരോട് പറഞ്ഞു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ ആകരുതെന്ന് പറഞ്ഞു. സ്വതന്ത്രം. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്നവൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. ഇത് ദൈവം അവരോട് പറഞ്ഞതാണ്. നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. ഹിത്യർ, പെരീസ്യർ, യെബൂസ്യർ, പിന്നെ വേണ്ട ഒരു വലിയ ഗ്രൂപ്പുണ്ട്. നിങ്ങൾ പോകുന്ന ദേശം മിസ്രൈമി ജാതികളല്ലേ, അവിടുത്തെ നടപ്പ് പോലെ അല്ല. അവരെല്ലാം കൊന്നുകളയണമെന്നാണ് കർത്താവ് പറഞ്ഞു. ദൈവമേ, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. രൂക്ഷമായ പ്രമാണമായിരുന്നു. നിങ്ങൾ പോകുന്ന ഇടത്തെ ദേശത്തിലെ ജാതികളെ നിങ്ങൾ ഉന്മൂലനാശം ചെയ്യണം. അവരെ ഉന്മൂലനം ചെയ്തു കളയണം. എന്താ ഭാഷ ചെയ്തില്ലെങ്കിൽ കുഴപ്പം? അവരുടെ ആചാര രീതികൾ പഠിക്കും. പേഗണാചാരങ്ങൾ, ജാതികളുടെ പേഗണാചാരങ്ങൾ പഠിച്ചെടുക്കും. ഇന്ന് പുതിയ നിയമസഭ അതൊക്കെ ചെയ്യുകയല്ലേ. ഇവിടെ ഒരു പാർട്ടി കിടന്ന് പ്രസംഗിക്കുന്നത്, ഞങ്ങള് കാൻഡിഡേറ്റിനെ നിർത്താൻ പോവുക, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോവാന്ന്. അപ്പൊ ജാതികളോട് ഇടകലരയല്ലേ ചെയ്യുന്നേ? എന്തറിഞ്ഞിട്ട് അവർ ഈ പറയണേ? എൻ്റെ ദൈവമേ, ഞാൻ എന്താ പറയാൻ? പെന്തക്കോസ്തുകാർ പാർട്ടി ഉണ്ടാക്കാൻ പോവുക. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ലോകത്തിൽ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ലോകക്കാരായിരിക്കരുത്. എന്താ അതങ്ങനെ പറയാനുള്ള കാര്യം? ഹല്ലേലൂയ. സ്തോത്രം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ലോകത്തിൽ ഒരു ബാലൻസിൽ വേണം നിന്ന് ജീവിക്കാൻ. ഈ ലോകത്തിന്റെ വിദ്യാഭ്യാസങ്ങൾ, ഈ ലോകത്തിന്റെ രാഷ്ട്രീയങ്ങൾ, ഈ ലോകത്തിന്റെ മതങ്ങൾ മുഴുവനിലും പിശാചിന്റെ കൈകടത്തലുണ്ട്. വെളിപ്പാട് പുസ്തകം 12-9 വാക്യത്തിൽ സർവ്വഭൂമിയെയും തെറ്റിച്ച് കളയുന്ന പിശാച് ഭൂമിയെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. സാത്താന്റെ കൈകടത്തില് രാഷ്ട്രീയത്തിലുണ്ട്, മതങ്ങളിലുണ്ട്, വിദ്യാഭ്യാസ മേഖലകളിലുണ്ട്. എല്ലാ ഫീൽഡിലും സാത്താൻ കിടന്ന് വരിക. ഇത് മനസ്സിലാക്കാനുള്ള ആത്മീയ കാഴ്ചപ്പാടുള്ള എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? ഇത് ഗ്രഹിച്ചു പോകുന്ന വിശുദ്ധന്മാർ, ദൈവസഭകൾ എത്ര പേരുണ്ട്? സഭാ നേതൃത്വങ്ങൾ എത്ര പേരുണ്ട്? ഒരു വലിയ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ 10-18 പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിച്ചിട്ട് അത് കണ്ട് സുഖിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മേലാളന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ തല ഞാൻ നിലവരെ കുനിക്കുകയാണ്. എന്തോ ഒരു കഷ്ടം! എത്ര പരിതാപകരം, എത്ര വേദനാജനകം, എത്ര ലജ്ജാകരം! അവിശ്വാസികളുടെ ഇണയിൽ അപ്പണ കൂടരുത്. ഇവിടെ വിഷയം അതാ.
നീതിക്കും അധർമ്മത്തിലും എന്ത് ചേർച്ച? വെളിച്ചത്തിനും ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാനും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയാനുണ്ട്. ഞാനത് ബ്രീഫായിട്ട് അങ്ങ് പറഞ്ഞു പോവുക. ലോകത്തിന്റെ ഒരു കൂട്ടുകെട്ടും നമുക്ക് പാടില്ല. തൃശ്ശൂരിൽ കുറെ പാസ്റ്റർമാരുണ്ട് അത്രേ പറഞ്ഞു കേട്ടതാ. ലോട്ടറി ടിക്കറ്റ് 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ലോട്ടറി എടുത്തുകൊണ്ട് വന്ന് വഴിയോരങ്ങളിൽ തട്ടിട്ട് കൊടുത്ത്, തട്ടെന്ന് പറഞ്ഞ മേശ ഇട്ട് കൊടുത്തിട്ട് വിശ്വാസികളെ കൊണ്ടും അവിശ്വാസികളെ കൊണ്ടും വിറ്റ് അതിന്റെ ഭൗതികം തിന്നുന്ന കുറെ പാസ്റ്റർമാര് സെൻട്രൽ ലോക്കലും ഒക്കെ ഉണ്ടല്ലോ. പ്രസിഡന്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവരെന്ത് കണ്ടോണ്ടോ ഇതൊക്കെ ചെയ്യണേ? ഒരിക്കൽ ഒരു സഹോദരൻ, എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സഹോദരൻ, പുള്ളി പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ ആളാ. അത് പറയുമ്പോൾ പുള്ളിയുടെ മോഹമൊക്കെ പോണ കാണണം. ഞാൻ തോലുരിച്ചാ വിട്ടത്. എന്നെ കാണാൻ വരത്തില്ല, എനിക്ക് പേടിയാ. പുള്ളി എന്നോട് പറയുക, നമുക്കൊരു പരിപാടിയുണ്ട്, അച്ഛനൊരു 2500 രൂപ തന്ന മണിച്ചെയിൻ അച്ഛന് മാസം തോറും 1500 ഒക്കെ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യം 750, 800, 500 ഒക്കെ കിട്ടും. അങ്ങനെ കിട്ടി അവസാനം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അച്ഛന് കിട്ടും. ബാക്കി ഈ 2500, 3000 രൂപ മുടക്കിയാൽ മതി. ഇങ്ങനെ മണിച്ചെയിനാ, പിശാചിന്റെ പരിപാടിയാണ്. പെന്തക്കോസ്ത് പാസ്റ്റർമാരും വിശ്വാസികളും അത് ശക്തിയോടെ ചെയ്തുകൊണ്ടിരിക്കുക. ദ്രവ്യാഗ്രഹികൾ. ഇവിടെ പൈസ വേണമെങ്കിൽ തോർത്ത് വരിച്ചിട്ട് തെണ്ടട്ടെ ഇവര്. പാട്ടും പാടി എത്ര പേര് പാട്ട് പാടിയിട്ട് തോർത്ത് വിരിച്ചിട്ട് തെണ്ടിക്കൊണ്ടിരിക്കുക, കാശുണ്ട്. ഹല്ലേലൂയ. എന്ത് അതിക്രമമാണ് അവർ ചെയ്യുന്നേ? ലോകത്തോട് ഇടകലർന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പൗലോസ് എന്താ പറഞ്ഞത്? അവിശ്വാസികളുടെ ഇടയിൽ അപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിലും എന്ത് ചേർച്ച? വെളിച്ചത്തിനോട് തങ്ങൾ എന്ത് കൂട്ടായ്മ? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? നമ്മൾ വെളിച്ചത്തിന്റെ മക്കളും രക്ഷിക്കപ്പെടാത്തവൻ ഇരുളിന്റെ മക്കളും. സാത്താന്റെയും ദൈവത്തിന്റെയും മക്കൾ അങ്ങനെ പഠിച്ചോ? അങ്ങനെയൊക്കെ പഠിക്കുന്ന ആരാ ഉള്ളത്? എല്ലാവരും ഒന്നാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, അപകട മേഖലയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.